ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം തുടരുന്നു. അഹമ്മദാബാദിലെ ഹൻസൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉത്പാദനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഗോത്ര നേതാവ് ബിർസ മുണ്ടയുടെയും 150-ാം ജന്മവാർഷികവും അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയും ആഘോഷിക്കുന്നതിനായി 3 ഉന്നതതല സമിതികൾ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. ഓണാഘോഷങ്ങളുടെ പൂവിളിയുയർത്തി പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം പിറന്നു. അത്തച്ചമയ ഘോഷയാത്ര ഇന്ന്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം തുടരുന്നു. 2ാം ദിനമായ ഇന്ന് അഹമ്മദാബാദിലെ ഹൻസൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉത്പാദനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തര ഉത്പാദനം ത്വരിതപ്പെടുത്തുന്ന ഈ സംരംഭം പ്രകൃതി സൌഹൃദ ഊർജ്ജ സാങ്കേതിക വിദ്യകളിൽ മുന്നേറ്റത്തിന് കാരണമാകും. സുസുക്കിയുടെ വൈദ്യുത വാഹന കയറ്റുമതി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. യൂറോപ്പ്, ജപ്പാൻ അടക്കമുള്ള 100 രാജ്യങ്ങളിലെ പ്രധാന വിപണികളാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 1400 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഭീകരവാദികൾക്കെതിരെ രാജ്യം വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 5400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഭീകരർക്ക് രാജ്യം നൽകിയ മറുപടി ഇതിന് ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. रेलवे प्रोजेक्ट गुजरात को मिले हैं, इससे किसानों, उद्योगों और श्रद्धालुओं सभी को लाभ होगा. साथियों, हमारी सरकार शहर में रहने वाले गरीबों को सम्मान का जीवन देने के लिए प्रतिबद्ध है. गरीब की गरिमा पर बहुत बल देते थे. आज साबरमती आश्रम के प्रवेश द्वार पर बने गरीबों के नए घर इसका एक साक्षात उदाहरण बने. 1000 കോടി രൂപയുടെ അഹമ്മദാബാദ് മെഹ്സാന ഗാന്ധിനഗർ ഊർജ്ജ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ നരേന്ദ്രമോദി ചടങ്ങിൽ നിർവഹിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഓഗസ്റ്റ് 6-ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതായി വിജ്ഞാപനത്തിൽ പറയുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉത്പന്നങ്ങൾക്കുള്ള തീരുവ 50% ഉയരും. നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഇന്ത്യ ആവർത്തിച്ചു. ഭീകരതയ്ക്കെതിരെ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും ഫിജിയും തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിജി പ്രധാനമന്ത്രി സിറ്റിവേനി റബൂക്കയും ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തെ ഇരു നേതാക്കളും അപലപിച്ചു. ഭീകരവാദത്തെ ചെറുക്കുക, ധനസഹായം തടയുക, സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക, റിക്രൂട്ട്മെന്റ് തടയുക എന്നിവയ്ക്ക് മുൻഗണന നൽകും. പ്രതിരോധ, സുരക്ഷാ മേഖലകളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ സംയുക്ത കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ചർച്ചകൾക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. വ്യത്യസ്ത കപ്പൽ നിർമ്മാണശാലകളിൽ നിർമ്മിച്ച യുദ്ധക്കപ്പലുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. സെൻസർ സംവിധാനങ്ങൾ, രൂപകൽപ്പന, ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി തുടങ്ങിയവ കണക്കിലെടുക്കുമ്പോൾ 2 യുദ്ധക്കപ്പലുകളും മികവ് പുലർത്തുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉദയഗിരി മുംബൈയിലും ഹിമഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഗോത്ര നേതാവ് ബിർസ മുണ്ടയുടെയും 150-ാം ജന്മവാർഷികവും അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയും ആഘോഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 3 ഉന്നതതല സമിതികൾ രൂപീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും 3 സമിതികളുടെയും ചെയർമാൻ. രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ, പദ്ധതികൾ, അനുസ്മരണ ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിക്കാൻ സമിതി നേതൃത്വം നൽകും. 565 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നാണ് അറിയപ്പെടുന്നത്. ഝാർഖണ്ഡിലെ പ്രമുഖ ഗോത്ര നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് ബിർസ മുണ്ട. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 രാജ്യം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു.
കേന്ദ്ര സർക്കാർ പുതുതായി അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ നിന്ന് ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറാനുള്ള സൌകര്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അവതരിപ്പിച്ചു. ഔദ്യോഗിക വിജ്ഞാപനമനുസരിച്ച് വിരമിക്കലിന് 1 വർഷം മുമ്പ് വരെയോ സ്വമേധയാ വിരമിക്കുന്നതിന് 3 മാസം മുമ്പ് വരെയോ ഒറ്റത്തവണ മാത്രം UPS വരിക്കാർക്ക് ഈ സൌകര്യം ലഭിക്കും. പിരിച്ചുവിടലോ അച്ചടക്ക നടപടിയോ നേരിടുന്ന ജീവനക്കാർക്ക് അർഹതയില്ല. ജൂലൈ 20 വരെ 31,555 കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി തിരഞ്ഞെടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് ജെം പ്ലാറ്റ്ഫോമിലൂടെ 15 ലക്ഷം കോടി രൂപയുടെ വ്യാപാരം ഇതിനോടകം നടന്നതായി കേന്ദ്ര സർക്കാർ. 2016 മുതലാണ് ജെം പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തെ MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, സ്വയം സഹായ സംഘങ്ങൾ, SC/ST, വനിതാ സംരംഭകർ തുടങ്ങിയവർക്ക് പ്രോത്സാഹനം നൽകുന്ന വേദിയാണ് ജെം പ്ലാറ്റ്ഫോമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ഭത്ത 2750 രൂപയിൽ നിന്ന് 3000 രൂപയായി ഉയർത്തിയതായും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ഭത്ത 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കി. എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾക്കുൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 250 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓണച്ചന്തകളും ഓണവിപണികളുമായി സംസ്ഥാനത്തെ ഓണവിപണി സജീവമാകുന്നു. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണാഘോഷങ്ങളുടെ പൂവിളിയുയർത്തി പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം ഇന്ന്. അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് തൃപ്പൂണിത്തുറയിൽ നടക്കും. സെപ്റ്റംബർ 5-നാണ് തിരുവോണം. നാടെങ്ങും പൂവിളിയും സജീവമായിട്ടുണ്ട്. ആകാശവാണി ലേഖകൻ ശ്രീ സ്മിതി M. പള്ളുരുത്തി നൽകുന്ന റിപ്പോർട്ട്. സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര മേഖലയും ഓണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. കൺസ്യൂമർ ഡ്യൂറബിൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന നാളുകളാണ് ഇന്നു മുതൽ സംസ്ഥാനത്തെ വ്യാപാരികൾക്ക് മുന്നിലുള്ളത്. ഇത് പ്രതീക്ഷിച്ചുള്ള ആനുകൂല്യങ്ങളും ഇളവുകളും വളരെ വിപുലമായി തന്നെ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തം മുതലുള്ള 10 നാളുകളിൽ സംസ്ഥാനത്തെ പൂവിപണിയും അതിന്റെ അത്യുന്നതിയിലെത്തും. തമിഴ്നാട്ടിലെ തോവാള അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള പൂക്കൾ ഇന്ന് പുലർച്ചെ മുതൽ വലിയ തോതിൽ സംസ്ഥാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉത്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചതായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ കർഷകരുടെ താൽപര്യത്തിനാണ് മറ്റെന്തിനേക്കാളും മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐസർ ഭോപ്പാലിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പുതിയ ഭാരതത്തിന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും അതിൽ ആരെയും ഭയമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാരീസിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്നിറങ്ങും. ഫിൻലാൻഡ് താരത്തെയാണ് പ്രണോയ് നേരിടുന്നത്. പുരുഷ സിംഗിൾസിൽ നിന്ന് ലക്ഷ്യ സെൻ പുറത്തായതിനെ തുടർന്ന് HS പ്രണോയിലാണ് ഇന്ത്യൻ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം തുടരുന്നു. അഹമ്മദാബാദിലെ ഹൻസൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉത്പാദനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഗോത്ര നേതാവ് ബിർസ മുണ്ടയുടെയും 150ാം ജന്മവാർഷികവും അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയും ആഘോഷിക്കുന്നതിനായി 3 ഉന്നതതല സമിതികൾ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. ഓണാഘോഷങ്ങളുടെ പൂവിളിയുയർത്തി പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം പിറന്നു. അത്തച്ചമയ ഘോഷയാത്ര ഇന്ന്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്നിറങ്ങും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.